രണ്ട് നഗ്നശരീരങ്ങൾ ബെഡിൽ കുത്തിമറിയുകയാണ്. ഒരു നിമിഷം ശില്പയെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുകയാണോ എന്ന് അർജുൻ വിചാരിച്ചു പോയെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ ആ തോന്നലുകൾ തെറ്റാണെന്ന് അവൾ തെളിയിച്ചു. കൂടെയുള്ളവനെ ബെഡിലേക്ക് മലർത്തിയിട്ട് അവൻ്റെ അരക്കെട്ടിന് മുകളിലേക്ക് കയറിയിരുന്ന് അരക്കെട്ടിളക്കി അവൾ ഉയർന്നു പൊങ്ങി. ഒപ്പം അവളിൽ നിന്ന് കുറുകലും മുഴുവലും ശിൽക്കാര ശബ്ദങ്ങളും ഉയർന്നു. ഡീപ്പ് അവൾ ഉറക്കെ അലറി. അവളുമായി ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവൻ ഉയർന്ന് അവളുടെ ചുണ്ടിനെ സ്വന്തമാക്കി. അവളുടെ കൈകൾ അവനെ വരിഞ്ഞു മുറുക്കി. അർജുൻ സ്തബ്ധനായി നിന്നുപോയി. അവൻ്റെ സ്വരം ഉയർന്നില്ല. ഇനിയൊന്നും കാണാനും കേൾക്കാനും പറ്റില്ല എന്നതുപോലെ അവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവൻ അവിടെ വന്നത് അവർ അറിഞ്ഞിരുന്നില്ല. ഇൻസൈഡ് മീ. ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങും മുൻപ് അവളുടെ ശബ്ദം അവൻ വീണ്ടും കേട്ടു. അവൻ ദേഷ്യത്തിൽ ഡോർ വലിച്ചടച്ചുകൊണ്ട് അവിടുന്ന് പോയി. വാതിലടയുന്ന ശബ്ദം കേട്ടതും വികാരമൂർച്ചയിലായിരുന്ന ശില്പയും അക്ഷയും പരസ്പരം ഒന്ന് നോക്കി. അതെന്താ ഒരു ശബ്ദം കേട്ടത്? ശില്പ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. പിന്നെ വേഗം നിലത്ത് കിടന്ന് അവളുടെ ഒരു ഫ്രോക്ക് എടുത്ത് ധരിച്ചുകൊണ്ട് അവൾ ആ റൂമിന് പുറത്തേക്ക് പോയി. അവൾ ഹാളിലും മറ്റും എല്ലായിടത്തും ഒന്ന് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവളൊരു സംശയത്തോടെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കി. അവിടെയും ആരെയും കാണാൻ അവൾക്ക് സാധിച്ചില്ല. അവൾ മുഖം ചുളിച്ചുകൊണ്ട് ഫ്ലാറ്റിനുള്ളിലേക്ക് തന്നെ കയറി. അക്ഷയ് അവളെ നോക്കി ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. നീ ആ ശബ്ദം കേട്ടിരുന്നില്ലേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? അവളുടെ മുഖത്ത് പെട്ടെന്നൊരു ടെൻഷൻ കയറി. ആര് വരാനാണ് ശില്പ? ആരെങ്കിലും വന്നാൽ നമ്മൾ അറിയില്ലായിരുന്നോ? അവൻ നിസ്സാരമായി ചോദിച്ചു. പക്ഷേ ആ ശബ്ദം അവൾക്ക് സംശയം വിട്ടുമാറിയില്ല. വല്ല ഡോറോ ജനലോ കാറ്റ് തടഞ്ഞതിൻ്റെ ആകും, അവൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. അക്ഷയ്, ഇനി മുതൽ ഈ ഫ്ലാറ്റിൽ വെച്ച് ഒന്നും വേണ്ട. ആരെങ്കിലും കണ്ടാൽ, അജു അറിഞ്ഞാൽ. അവളുടെ മുഖത്ത് ആ ഒരു ഓർമ്മയിൽ പേടി നിറഞ്ഞു. അവൾ അവന് പുറകെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. എന്നാൽ പെട്ടെന്നെന്തോ കണ്ടതുപോലെ അവളുടെ മുഖത്ത് പകുപ്പ് നിറഞ്ഞു. നിലത്തായി വീണ് കിടക്കുന്ന ഒരു റിങ്. വെറിയാർന്ന കയ്യാലെ അവൾ നിലത്തേക്ക് കുനിഞ്ഞ് ആ മോതിരം കയ്യിലെടുത്തു. അത് അർജുൻ്റെ മോതിരമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധികം നേരം വണ്ടി വന്നിരുന്നില്ല. ഇതെന്താ, റിങ്ങോ? പകപ്പോടെ മോതിരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശില്പയെ കണ്ട് അക്ഷയ് ചോദിച്ചു. അവൻ അപ്പോഴേക്കും ഡ്രസ്സ് എടുത്ത് ധരിച്ചിരുന്നു. ഇത് അജുവിൻ്റെയാണ്, അവൾ വിളറി വെളുത്ത മുഖത്തോടെ അവനോടായി പറഞ്ഞു. അത് കേൾക്കെ അവൻ്റെ മുഖം ചുളിഞ്ഞു. അർജുൻ്റെയോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ, അർജുൻ. അവനിവിടെ വന്നിരുന്നെന്ന് തോന്നുന്നു, അവൾ കണ്ണു നിറച്ച് പറഞ്ഞു. ഇതവൻ നേരത്തെ വലുതും ഇവിടെ വന്നപ്പോൾ മറന്നു വെച്ചിട്ട് പോയതാകും, അവനൊരു ഊപാഹോപം പറഞ്ഞു. അവൾ വെപ്രാളത്തോടെ അല്ലെന്ന് തലയാട്ടി. അവൻ ഇവിടേക്ക് വന്നിട്ട് 2 ആഴ്ചയായി. ഞാൻ അവനെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടേ ഉള്ളൂ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ. ഈ മോതിരം കഴിഞ്ഞ ദിവസം അവനെ കണ്ടപ്പോൾ കൂടി ഞാൻ അവൻ്റെ കയ്യിൽ കണ്ടതാണ്, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. പിന്നെ വേഗം അവൾ അവളുടെ ഫോൺ തിരഞ്ഞു. ഫോൺ കണ്ടു കിട്ടിയതും അവൾ വേഗം അത് ഓൺ ആക്കി നോക്കി. അതിൽ അർജുൻ്റെ 2 മിസ് കോൾ അവൾ കണ്ടു. ഫോൺ സൈലൻ്റ് ആയിരുന്നതിനാൽ അവൾ കോൾ ബെല്ലടിച്ചത് കേട്ടിരുന്നില്ല. അജു എന്നെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു, അവൾ അവനോട് പറഞ്ഞു. പിന്നെ വേഗം അവൾ ഫോണിൽ യൂട്യൂബ് എടുത്ത് എന്തോ തിരഞ്ഞു. ഇത് ഇന്നലെ അവൻ പുതിയ സിനിമയുടെ ഭാഗമായി ബാക്കിയുള്ളവർക്കൊപ്പം കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ഇത് നോക്ക്, അവൻ്റെ കയ്യിൽ ഈ മോതിരമുണ്ട്. ശില്പ ഒരു ഇൻ്റർവ്യൂ വീഡിയോ അക്ഷയനെ കാണിച്ചു. അതവൻ സൂക്ഷിച്ചു നോക്കി. അജു, അവനിവിടെ വന്നിരുന്നു. നമ്മളെ അവൻ കണ്ടു. അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യും? അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബെഡിലേക്ക് ഇരുന്നു പോയി. അവനും അല്പനേരം ഒന്ന് ആലോചിച്ചു. നമ്മളെ അങ്ങനെ കണ്ടിട്ടും അവൻ എന്തായിരിക്കും ഒന്നും പ്രതികരിക്കാതെ പോയത്? അക്ഷയ് സംശയത്തോടെ ചോദിച്ചു. അവൻ പ്രതികരിക്കാത്തതാണോ നിൻ്റെ കുഴപ്പം? എൻ്റെ അജു, അവനെ ഞാൻ ചീറ്റ് ചെയ്തതെന്ന് അവന് മനസ്സിലായി. അവൻ എന്നെ വേണ്ടാതെ വെക്കുമോ എന്നതാണ് എൻ്റെ ടെൻഷൻ, അവൾ അവനെ നോക്കി ആക്രോശിച്ചു. അവനത് വലിയ മൈൻഡാക്കാതെ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് കത്തിച്ചു. അവൾ ഒരു എത്തും പിടിയും കിട്ടാതെ റൂമിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. ഐ ഹാവ് എൻ ഐഡിയ, അവൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. ഇതേ സമയം അർജുൻ താഴേക്ക് എത്തിയിരുന്നു. അവന് കാലാകെ കുഴയുന്നത് പോലെ തോന്നി. അവൻ വേഗം ഫോൺ എടുത്ത് യദുവിനെ വിളിച്ചു. ഹലോ അജു. 2 റിങ് പോയതും മറുപുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു. യദുവിന് പകരം റിയാസ് ആയിരുന്നു. നിങ്ങൾ? അവന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഹലോ അജു, എന്താ നീ പറഞ്ഞത്? റിയാസ് ചോദിച്ചു. നിങ്ങൾ എവിടെയാ? ഇവിടെ നിന്ന് പോയോ? അവൻ മുഖത്തെ മാസ്കൊക്കെ ഊരി മാറ്റി മുഖവും കഴുത്തുമൊക്കെ ഒന്ന് തടവിക്കൊണ്ട് ചോദിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല, റിയാസ് ചോദിച്ചു. ഇവിടേക്ക് വാ, ഞാനുമുണ്ട്, അർജുൻ പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ കട്ട് ചെയ്തു. അല്പനേരങ്ങൾക്കകം റിയാസും യദുവും അവിടേക്ക് വന്നു. അർജുൻ വേഗം തന്നെ കാറിലേക്ക് കയറിയിരുന്നു. എന്താടാ, നീ അവളോട് എല്ലാം പറഞ്ഞോ? യദു അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. എന്താടാ, നീ ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും അവൾ നിന്നെ ചവിട്ടി പുറത്താക്കിയോ? റിയാസ് ചിരിയോടെ ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കുവോ? അർജുൻ അവർക്ക് നേരെ അലറി. പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റത്തിൽ യദുവും റിയാസും ഒന്ന് ഞെട്ടി പരസ്പരം നോക്കി. അജു, യദു അവനെ സംശയത്തോടെ വിളിച്ചു.
പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വീട്ടിൽ വിട്, അർജുൻ പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചു. റിയാസും യദുവും അർജുനെ ഒന്ന് നോക്കി. പിന്നെ യദു വണ്ടിയെടുത്തു. അർജുന വീടിന് മുന്നിൽ വണ്ടി നിർത്തിയതും അർജുൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അജു, എന്താടാ പറ്റിയത്? കാര്യം പറയേ. അർജുന് പുറകെ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് റിയാസ് ചോദിച്ചു. ജസ്റ്റ് ലീവ് മീ അലോൺ, അർജുൻ അവരെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീടിനുള്ളിലേക്ക് കയറി. 2 ദിവസത്തേക്ക് ആരും ഇവിടെ വേണ്ട, എല്ലാവരും പോകൂ, അകത്തേക്ക് കയറിയെന്ന് കണ്ട മേഡ്സിനെ നോക്കി അവൻ പറഞ്ഞു. അർജുൻ അവൻ്റെ റൂമിലേക്ക് എത്തി വാതിൽ അടച്ചു. അവന് മനം മറിഞ്ഞ് കയറി വരുന്നത് പോലെ തോന്നിയതും അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി. ഉള്ളിലുള്ളതെല്ലാം വാള് വെച്ച് കളയുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ഫ്ലാറ്റിൽ വെച്ച് കണ്ട രംഗങ്ങളാണ്. അവൻ മിററിലേക്ക് നോക്കി. അവൻ്റെ മനസ്സിൽ ശില്പ പലപ്പോഴായി പറഞ്ഞ വാക്കുകൾ കടന്നെത്തി. ഒപ്പം ശില്പയെ കുറിച്ച് യദുവും റിയാസും പലപ്പോഴായി പറഞ്ഞ വാക്കുകളും. അവർ അവളെക്കുറിച്ച് പറഞ്ഞതൊന്നും ഒരു തരി പോലും അവൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ നേരിൽ കണ്ട രംഗങ്ങൾ അവൻ്റെ എല്ലാ വിശ്വാസങ്ങളെയും തച്ചു തകർത്ത് കളയുന്നതായിരുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞു. മുൻപോട്ടുള്ള ജീവിതത്തിൽ കൂടെ കൂട്ടാൻ തീരുമാനിച്ചവൾ ഇത്രയും നാൾ ചതിക്കുകയായിരുന്ന ചിന്ത അവനെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു. അവൻ വെള്ളം പിടിച്ച് മുഖത്തേക്ക് ശക്തമായി ഒഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് ശില്പയുടെ ചതിയുടെ രംഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ ദേഷ്യത്തിൽ കൈ ചുരുട്ടി മുൻപിലെ മിററിലേക്ക് ഇടിച്ചു. അത് പൊട്ടി കുറച്ച് ചില്ലുകൾ അവൻ്റെ കയ്യിൽ തറച്ചു. അത് മൈൻഡാക്കാതെ അവൻ ആ സിങ്കിന് അടുത്തുണ്ടായിരുന്ന ബോട്ടിൽസ് എല്ലാം തട്ടി താഴെ കളഞ്ഞു. അവൻ അവിടുന്ന് റൂമിലേക്ക് വന്നു. എന്ത് പറയണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവൻ റൂമിലൂടെ തലങ്ങും വിലങ്ങും നടന്നു. ഒടുവിൽ തലയ്ക്ക് കൈ കൊടുത്ത് അവൻ ബെഡിലേക്ക് തന്നെ ഇരുന്നു. നിറഞ്ഞു കവിഞ്ഞ കണ്ണ് അവൻ തുടച്ചു മാറ്റി. അതേ നിമിഷം അവൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു നിറഞ്ഞ കണ്ണുകളുടെ ചിത്രം ഓടിയെത്തി. അവൻ പറഞ്ഞ ഓരോ മോശം വാക്കിന് നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി നിന്ന ഭദ്ര. അവളെ ഓർക്കെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ശാന്തത വരുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പതിയെ ബെഡിലേക്ക് കിടന്നു. അങ്ങനെ കിടന്ന് അവൻ മയങ്ങിപ്പോയിരുന്നു. പിന്നെ രാത്രി ഏറെ വൈകിയാണ് അവൻ എഴുന്നേറ്റത്. കൈ മരച്ചതുപോലെ അവന് തോന്നിയപ്പോഴാണ് അവൻ കയ്യിലേക്ക് നോക്കിയത്. അപ്പോഴും ഗ്ലാസ് പീസുകൾ കയ്യിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് കയ്യിൽ തറച്ച ഓരോന്നും എടുത്തു മാറ്റി. കൈ അവൻ സ്വയം ഫസ്റ്റ് എയ്ഡ് വെച്ച് കെട്ടി. പിന്നെ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത മിനി ഫ്രിഡ്ജ് തുറന്നു നോക്കി. അതിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹാർഡായിട്ട് എന്തെങ്കിലും ഉള്ളിൽ വേണമെന്ന് അവന് തോന്നി. അതിനാൽ റൂം തുറന്ന് ആ മാൻഷനിലെ ബാർ ഏരിയയിലേക്ക് അവൻ നടന്നു. അവൻ അവിടേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന റിയാസിനെയും യദുവിനെയും അവൻ കാണുന്നത്. ആ, റൂമിൽ നിന്ന് ഇറങ്ങിയോ? റിയാസ് അവനെ നോക്കി ചോദിച്ചു. നിങ്ങൾ പോയില്ലേ? അർജുൻ അവരെ നോക്കി നിർവികാരപരമായി ചോദിച്ചു. നിന്നെ തനിച്ചാക്കി ഞങ്ങൾ എവിടേക്ക് പോകാനാണ്? യദു അർജുനെ നോക്കി ചോദിച്ചു. അത് കേൾക്കി അർജുന് വല്ലാതെ സങ്കടം തോന്നി. എന്താ അഞ്ജു പ്രശ്നം? യദു അവനിലേക്ക് നടന്നു വന്ന് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങളോട് പറയടാ, റിയാസും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് എത്തി. അർജുൻ വിഷമത്തോടെ ഒന്ന് ചിരിച്ചു. ശില്പ, ഷീ ചീറ്റഡ് ഓൺ മീ, അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. യദുവും റിയാസും ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. എടാ, സത്യം, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അർജുൻ പറയാനൊന്നും മടിച്ചു. എങ്കിലും അവൻ ഫ്ലാറ്റിൽ വെച്ച കണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞു. എന്നിട്ട് നീ അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നോ? ഇത് ദേഷ്യത്തിൽ അവനെ നോക്കി ചോദിച്ചു. അതെ, ആ പന്ന മോളുടെ മുഖത്ത് നോക്കി 2 എണ്ണം കൊടുക്കാൻ മേലായിരുന്നു നിനക്ക്? റിയാസും ദേഷ്യത്തിൽ അർജുനെ നോക്കി ചോദിച്ചു. എനിക്ക് ആ സമയം എങ്ങനെയാ എന്നൊന്നും അറിയില്ലായിരുന്നടാ. ആകെ ബ്ലാങ്ക് ആയിപ്പോയതുപോലെ തോന്നി, അർജുൻ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി. ഇത് വേഗം അവനെ കെട്ടിപ്പിടിച്ചു. നീ ഓക്കെ അല്ലേടാ? അവൻ അർജുനോടായി ചോദിച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. നിങ്ങൾ പലപ്പോഴായി അവളെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഞാൻ അവളെ അന്ധമായി വിശ്വസിച്ചു. നിങ്ങളുടെ വാക്കിന് വില നൽകിയില്ല. അതിനുള്ള ഈ അജു അങ്ങനെയല്ലടാ. നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ ആ മോൾക്ക് അർഹതയില്ലാത്തത് കൊണ്ടാണ്. യദുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അവളോട് പോകാൻ പറയടാ. നീ അവളെപ്പോലെ ഒരു വഞ്ചനയ്ക്ക് വേണ്ടി സങ്കടപ്പെടരുത്, റിയാസും അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അതേ നിമിഷമാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. നിർത്താതെ വീണ്ടും വീണ്ടും ബെൽ മുഴങ്ങിയതും അവർ 3 പേരും താഴേക്ക് നടന്നു. യദു ചെന്ന് മെയിൻ ഡോർ തുറന്നു. നിമിഷം ശില്പ ഉള്ളിലേക്ക് വന്നു. അവളുടെ കോലം കാണെ അവർ 3 പേരും ഒന്ന് അമ്പരന്നു. അജു, അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അർജുനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിരുന്നു. അതിലൂടെ അവൾ നടക്കുന്ന വഴിയും അർജുൻ്റെ ദേഹവും എല്ലാം രക്തം വീണു. അജു, ഞാൻ വഞ്ചിക്കപ്പെട്ടു. എന്നെ അയാൾ